വാത്സല്യമുള്ളവരെ, പെസഹ രണ്ടാം ഞായറിൽ യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 19 മുതൽ 31 വരെ വാക്യങ്ങളാണ് നാം ശ്രവിക്കുന്നത്. മഗ്ദലന മറിയത്തിന് പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം യേശു ശിഷ്യർക്ക് പ്രത്യക്ഷപ്പെടുകയാണ്. ഇവിടെ ശിഷ്യർ എന്ന പദത്തിൽ യൂദാസ് സ്കറിയോത്ത ഒഴികെ, അഥവാ 10 ശിഷ്യർ യൂദാസും തോമസും ഒഴികെ എന്ന സൂചനയല്ല സുവിശേഷകൻ അർത്ഥമാക്കുന്നത്. പകരം യേശുവിൽ വിശ്വാസം അർപ്പിച്ച ഒരു സമൂഹത്തെയാണ്. ഈ വിശ്വാസ സമൂഹം യഹൂദരോടുള്ള ഭയം നിമിത്തം അടഞ്ഞ ഒരു മുറിക്കുള്ളിൽ ആയിരുന്നു. യഹൂദരുമായി നിരന്തരം സംഘർഷത്തിലായിരുന്ന സുവിശേഷകന്റെ ആദ്യ ശ്രോതാക്കൾ, ജോനൈൻ കമ്മ്യൂണിറ്റി, ഭയത്തിന്റെ നിഴലിലായിരുന്നു എന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അവർ അനുഭവിച്ചിരുന്ന ഭയത്തെ സുവിശേഷകൻ ആദ്യ ശിഷ്യരുടെ അവസ്ഥയുമായി ബന്ധിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഈ ഭയത്തിന്റെ നടുവിലാണ് നിങ്ങൾക്ക് സമാധാനം എന്ന് അരുൾ ചെയ്തുകൊണ്ട് യേശു പ്രത്യക്ഷപ്പെടുന്നത്. യേശു പറയുന്നു, നിങ്ങൾക്ക് സമാധാനം. ഈ വാക്കുകൾ ഒരു സാധാരണ ആശംസയായി പരിഗണിക്കാമെങ്കിലും ഇതിന് മറ്റൊരു പ്രസക്തിയുണ്ട്. യേശു ആശംസിച്ച സമാധാനം ആദ്യ ശിഷ്യരെ അവരുടെ ഭയത്തിൽ നിന്നും മോചിപ്പിക്കുവാൻ എത്രമാത്രം സഹായകമായോ അത്രയ്ക്കും സഹായകമായിരുന്നു യഹൂദരിൽ നിന്ന് ദുരനുഭവം നേരിട്ടിരുന്ന യോഹന്നാന്റെ ആദ്യ ശ്രോതാക്കൾക്ക്. അപ്രകാരം യേശു ആശംസിക്കുന്ന സമാധാനം രക്ഷയുടെ ഒരു പുതു അടയാളമായി നിലകൊള്ളുന്നു. സമാധാനം നൽകുന്ന യേശു മുറിവുകൾ വഹിക്കുന്ന ഉദ്ധിതനാണ്. അതിന്റെ അടയാളമാണ് അവിടുത്തെ കൈകളിലെയും പാർശ്വത്തിലെയും മുറിവുകൾ. ഉദ്ധിതനായ യേശു സഹനത്തിന്റെ മുറിവുകൾ വഹിക്കുന്നവനാണ്. രണ്ടാമതും സമാധാനം ആശംസിച്ചുകൊണ്ട് യേശു ശിഷ്യർക്ക് ദൗത്യം നൽകുന്നു. ഈ ദൗത്യദായക പ്രക്രിയയിൽ ചില സവിശേഷതകൾ അടങ്ങിയിട്ടുണ്ട്. ഒന്ന്, ശിഷ്യരുടെ ദൗത്യം പിതാവ് യേശുവിനെ ഭരമേൽപ്പിച്ച ദൗത്യത്തിന്റെ തുടർച്ചയാണ്. പിതാവ് തന്നെ അയച്ചതുപോലെ യേശുവും ശിഷ്യരെ അയക്കുന്നു. രണ്ട്, ദൗത്യത്തിന് നിദാനമായി തീരുന്നത് പുതു സൃഷ്ടിയാണ്. യേശുവിൻ്റെ നിശ്വാസത്തിലൂടെ ശിഷ്യർക്ക് ലഭിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തന ഫലമാണ് ഈ പുതു സൃഷ്ടി. ആദ്യ സൃഷ്ടികർമ്മത്തിൽ ദൈവം തന്റെ നിശ്വാസത്തിലൂടെ ജീവൻ നൽകിയ പ്രകാരം ഉൽപ്പത്തി 2:7 യേശു തന്റെ നിശ്വാസത്തിലൂടെ ഒരു പുനഃസൃഷ്ടി സാധ്യമാക്കുന്നു. 3, ശിഷ്യർക്ക് നൽകപ്പെടുന്ന ദൗത്യം പാപങ്ങൾ ക്ഷമിക്കുവാനും ബന്ധിക്കുവാനുമാണ്. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് യേശുവിന്റെ ദൗത്യം ഈ ലോകത്തിൽ തുടരുക എന്നതാണ് ക്ഷമിക്കുക, ബന്ധിക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ശിഷ്യരുടെ മധ്യയുള്ള യേശുവിന്റെ ആദ്യ പ്രത്യക്ഷപ്പെടലും തോമസ് ഉൾപ്പെടുന്ന ശിഷ്യ സമൂഹത്തിലെ തുടർന്നുള്ള പ്രത്യക്ഷപ്പെടലും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ഘടകമാണ് തുടർന്ന് നാം കാണുന്നത് സുവിശേഷത്തിൽ. അതായത്, യേശു തങ്ങൾക്ക് പ്രത്യക്ഷപ്പെട്ടുവെന്ന വാർത്ത മറ്റു ശിഷ്യർ തോമസിനോട് വിവരിക്കുമ്പോൾ യേശുവിനെ കാണാതെ വിശ്വസിക്കില്ല എന്ന് അവൻ ശാഠ്യം പിടിക്കുന്നു.
തോമസിന്റെ ശാഠ്യത്തിന് പരിഹാരമെന്നോണം യേശു വീണ്ടും തോമസ് ഉൾപ്പെടുന്ന ശിഷ്യഗണത്തിന് പ്രത്യക്ഷപ്പെടുന്നു. തോമസ് മുന്നോട്ട് വച്ച എല്ലാ നിബന്ധനകളും യേശു അംഗീകരിക്കാൻ തയ്യാറാകുന്നു. നിബന്ധനകൾക്കും അംഗീകാരത്തിനും ഉപരിയായി യേശു തോമസിനോട് അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കാൻ ആഹ്വാനം ചെയ്യുന്നു. പരമ്പരാഗതമായി തോമസിനെ ഒരു സംശയാലുവായി ചിത്രീകരിക്കപ്പെടുന്നുണ്ടെങ്കിലും ഡൗട്ടിംഗ് തോമസ്, സംശയം എന്ന പ്രയോഗം സുവിശേഷത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നില്ല. എന്നാൽ അൺബിലീഫ്, അവിശ്വാസം എന്ന വാക്കാണ് സുവിശേഷകൻ നൽകുന്നത്. ഇതിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത്, സുവിശേഷകൻ അഭിലഷിക്കുന്നത് ഉയർത്തെഴുന്നേറ്റ യേശുവിലുള്ള വിശ്വാസത്തിലേക്ക് വിശ്വാസ സമൂഹം വളരണം എന്നുള്ളതാണ്. തോമസിൽ സംഭവിക്കേണ്ടുന്ന പരിവർത്തനം യോഹന്നാന്റെ ആദ്യകാല ശ്രോതാക്കളിലും ഉണ്ടാകേണ്ടതാണെന്ന് സുവിശേഷകൻ ആഗ്രഹിക്കുന്നു. വിശ്വാസത്തിലേക്ക് തോമസിനെ നയിക്കുവാൻ തന്നെ പൂർണ്ണമായും യേശു നൽകാൻ തയ്യാറാകുമ്പോൾ തോമസിന് ഉള്ളിൽ ഉയരുന്നത് നാലാം സുവിശേഷത്തിലെ ഏറ്റവും ദൃഢവും ഉജ്ജ്വലവുമായ യേശുവിലുള്ള വിശ്വാസ പ്രഖ്യാപനമാണ്: എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. ഈ പ്രഖ്യാപനത്തിലൂടെ തോമസ് യേശുവിനെ ദൈവം തന്നെയായി ഏറ്റുപറയുന്നു. ഇവിടെ പ്രയോഗിക്കപ്പെട്ടിട്ടുള്ള ഭാഷ്യം സുവിശേഷത്തിന്റെ തന്നെ കേന്ദ്ര ബിന്ദുവായി മാറുന്ന ആരംഭവാക്യത്തെ ഉറപ്പിക്കുകയാണ്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ആദ്യ ശിഷ്യരിൽ ഒരാളായ തോമസിന്റെ വിശ്വാസ പ്രഖ്യാപനത്തിൽ സുവിശേഷകൻ ആദ്യ ശ്രോതാക്കളുടെ വിശ്വാസ പ്രഖ്യാപനം ചേർത്ത് വയ്ക്കുകയാണ്. ദൈവം പൂർണ്ണമായി യേശുവിൽ വെളിപ്പെട്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ സംഭവത്തിന്റെ കാതൽ തോമസിന് യേശു നൽകുന്ന ഉദാരമായ വാഗ്ദാനമാണ്. തോമസിന്റെ വിശ്വാസത്തിന് വ്യവസ്ഥകൾ ഉണ്ടായിരുന്നു. യേശുവിന്റെ മുറിവുകളിൽ തൊടാൻ അനുവദിക്കണം എന്ന വ്യവസ്ഥ. എന്നാൽ യേശു തോമസിനെ അവന്റെ വ്യവസ്ഥകൾക്കായി വിമർശിക്കുന്നില്ല. പകരം വിശ്വാസത്തിന് ആവശ്യമായത് കൃത്യമായി അവന് ലഭ്യമാക്കുകയാണ് ചെയ്യുന്നത്. അതിനാൽ തോമസിന്റെ കഥ പ്രതീക്ഷയുടെയും വാഗ്ദാനത്തിന്റെയും കഥയാണ്, വിധിയുടെയും ശാസനയുടെയും കഥയല്ല. പിന്നീടുള്ള തലമുറകളും യേശുവിൽ ദൈവകൃപ അനുഭവിക്കുമെന്ന പ്രതിജ്ഞയും വാഗ്ദാനവും ഈ സംഭവം നൽകുന്നു. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.